എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്ന കനക നവ്യക്കുള്ള ഫുഡൊക്കെ ആയിട്ട് മുറിയിലേക്ക് കയറി ചെല്ലുവാണ്. മുറിയിലേക്ക് കയറി ചെന്നപ്പോ നവ്യ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇതെന്താ അമ്മ ഫുഡൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നേ? അതെ, മോൾക്ക് വയ്യല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നാന്ന് പറയണം. എന്താ മോളെ, എന്താ മോഹം എന്താ വല്ലാതിരിക്കണമെന്ന് ചോദിക്കുക. എന്താണെന്നറിയില്ലമ്മേ, നയന ഇല്ലാത്തോണ്ട് ഒരു സുഖമില്ലെന്ന് പറയാം. അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു, ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് ആകെപ്പാടെ ഒറ്റപ്പെട്ട പോലെ ഒരു ഫീല് തോന്നുകയെന്ന് പറയണേ. അതൊന്നും കുഴപ്പമില്ല മോളെ, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൾ ഇങ്ങോട്ട് വരില്ലേന്ന് ചോദിക്കുക. എന്നാലും ആദർശേട്ടനും നയനയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയില്ലമ്മേന്ന് ചോദിക്കുക. അതിപ്പോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഴയ പോലെ ഒന്നുമല്ല, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ആദർശ് മോന് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നേ. അല്ല, ഇപ്പോഴും അവർ അകന്നു തന്നെയാണ് കഴിയണേ. അങ്ങനെ തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ മുല്ലപ്പൂ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം അത് ബെഡിലൊക്കെ വിതറിയിരിക്കുന്നത് കണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അമ്മേന്ന്, അറിയില്ല മോളേന്ന് പറയണം. പെട്ടെന്ന് നവ്യ പറഞ്ഞു, എന്നാലും ഞാൻ അവളെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ, അവൾ നമ്മളെല്ലാവരും എത്രമാത്രം സ്നേഹിക്കുന്നേ. പക്ഷേങ്കിൽ എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലല്ലേ, ഇപ്പോഴെനിക്കതെല്ലാം ബോധ്യപ്പെട്ടെ. ഇനി ഒരിക്കലും ഞാൻ അവളെ വേദനിപ്പിക്കില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പം കന പറഞ്ഞു, മോള് പറഞ്ഞ ശരിയാണ്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അവൾ ജീവിച്ച പോലും തന്നെ. പക്ഷേങ്കിൽ മോൾക്ക് വൈകിട്ടാണെങ്കിലും സത്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എന്ന് പറയാം. എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറയാം. ഈസം പറഞ്ഞു, അമ്മയ്ക്കറിയാലോ എൻ്റെ ജീവിതം എങ്ങനെയാണെന്നുള്ള കാര്യം. ഞാൻ അബിയെ സ്നേഹിച്ച് വിവാഹം കഴിച്ച, പക്ഷെ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ച പോലെ അല്ല ഒരു ജീവിതം എനിക്ക് കിട്ടിയത്. ഒരു പക്ഷേങ്കിൽ എൻ്റെ വയറ്റിൽ ഈ കുഞ്ഞ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ അബിയെ ഇട്ടിട്ട് ഞാൻ പോയേനെന്ന് പറയാം. അങ്ങനെയൊന്നും വേണ്ട, എല്ലാം ശരിയാവും മോളെ. മോള് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകും. ഒരു ദിവസം മോൾക്കും നല്ലൊരു ജീവിതം കിട്ടും. അബിയുടെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം ഉണ്ടാവുമെന്ന് പറയാണ്. പിന്നീട് ആദർശ കമ്പനിയിലേക്ക് പോയിട്ട് ഇറങ്ങുന്ന സമയത്താണ് ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിയപ്പോൾ നയ, ഇവളെന്താ പോലെ ഈ സമയത്ത് വിളിക്കണേ. അങ്ങനെ കോൾ എടുക്കുവാണ്. കോൾ എടുത്ത് കഴിഞ്ഞപ്പോൾ എന്താ ഇപ്പോഴെന്താ വിളിച്ചെന്ന് ചോദിക്കും. അല്ല, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച. ഇപ്പൊ എന്ത് കാര്യമാണോ പോലും എന്നോട് പറയാനുള്ള അത്രമാത്രം അർജന്റായിട്ട്. അതെ, ഇൻഹേലർ തീരാറായി കാണും. അപ്പൊ ഇൻഹേലർ ഒന്ന് വാങ്ങണം, മനസ്സിലായാലോ. കാറെ വെക്കാനുള്ള ഇൻഹേലർ ആയിരിക്കും തീർന്ന് പറയാ. ഇത് കേട്ടും ആദർശം, അത് പറയാൻ വേണ്ടി വിളിച്ചായിരിക്കും ഇപ്പൊ അല്ലേ, അല്ലാതെ എന്നോട് സംസാരിക്കാനൊന്നുമല്ലോ. വേറെ കാര്യത്തിനൊന്നുമല്ല, ഈ കാര്യം പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതേ ഉള്ളൂ. എന്നാൽ ശരി, ഞാൻ അങ്ങോട്ട് ഫോൺ വെക്കുവാന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് ഫോൺ വെക്കുവാണ്. ഈ സമയത്ത് ആദർശെടുത്ത് കാറിനകത്ത് നിർത്തി ഇൻഹേലർ എടുത്ത് നോക്കുവാണ്. ശരിയാണ്, ഇൻഹേലർ തീർന്നിട്ടുണ്ട്. അവൾ കൃത്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. തൻ്റെ കാര്യത്തിൽ, തൻ്റെ ജീവിതത്തിൽ ഇവളില്ലാത്ത എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. തൻ്റെ എല്ലാ കാര്യത്തിലും ഇവള് വേണം, ഇല്ലെങ്കിൽ തൻ്റെ താളം തന്നെ തെറ്റുമെന്നുള്ള കാര്യം ആദർശിന് മനസ്സിലാവുകയാണ്. പിന്നീട് ആദർശ ഓഫീസിലേക്ക് ചെല്ലുക. അങ്ങനെ ഓഫീസിൽ ചെന്നിട്ട് ഒന്നിലും ഒരു ശ്രദ്ധ ഉണ്ടായില്ല. ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ. ഈ സമയത്ത് പവിത്ര അങ്ങോട്ട് കടന്നു വരുന്നേ. എന്താന്ന് ചോദിക്കണം. അല്ല സാറിന് ഞാനൊരു ഫയലിൽ സൈൻ ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു പറയണം. സൈൻ ചെയ്യാനോ? അല്ല സാർ ഇതിലായിട്ടും കണ്ടില്ലേ, ഫയലൂടെ കൊണ്ടുവന്ന് വെച്ചല്ലേ കാണുള്ളൂ. സാർ ഞാനത് നേരത്തെ കൊണ്ടേ വെച്ചാ. പെട്ടെന്ന് ആദർശ് ഫയൽ എടുക്കുവാണ്. അത് നോക്കുക പോലും ചെയ്യാതെ അത് സൈൻ ചെയ്യുവാണ്. പിന്നീട് പറഞ്ഞു, അല്ല നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെയല്ലേ, കുറെ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില സമയത്ത് പണത്തിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ വീട്ടുകാരെ സ്നേഹിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ ഓരോ തത്വങ്ങളൊക്കെ പറയണം. പവിത്രയ്ക്കൊന്നും മനസ്സിലായില്ല. അല്ല സാറെന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഞാനൊരു പൊതുവായിട്ട് തത്വം പറഞ്ഞതേ. അല്ല സാറ് ആ ഫയലും തുറന്നു നോക്കുക പോലും ചെയ്തില്ലോ, പിന്നെ എല്ലാത്തിലും എന്താ സൈൻ ചെയ്തതെന്ന് നോക്കണോ? ഇപ്പൊ ഞാൻ തുറന്നു നോക്കാത്തോണ്ടോ കുഴപ്പമാണോ? തനിക്ക് ഫയൽ സൈൻ ചെയ്ത് കിട്ടിയാൽ പോരെ, ഇന്നാന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പിടിക്കണം. അല്ല സാറിനത് എന്ത് പറ്റി? എനിക്ക് എന്തേലും പറ്റിക്കോട്ടെ. അല്ല സാറ് മാഡത്തിന്റെ വീട്ടിലാന്ന് പറഞ്ഞു കേട്ടു, അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നമാണോ? അങ്ങനെ പ്രശ്നമുള്ള താൻ എന്റെ പ്രശ്നം പരിഹരിക്കുമോ? ഞാൻ എന്റെ ഭാര്യയായിട്ടുള്ള പ്രശ്നം പരിഹരിക്കുമെന്ന് ചോദിക്കാം. അല്ല സാറിന് വേണമെങ്കിൽ ഞാൻ മാഡത്തിനെ ഒന്ന് വിളിച്ചു നോക്കാന്ന് പറയണം. അതെ, അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. പിന്നീട് പവിത്ര കുറെ ചീത്ത അങ്ങോട്ട് പറയണം. പവിത്രയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു. പവിത്ര എന്ത് ചെയ്യണം, ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് മൂർത്തി മുത്തശ്ശനും വസന്തരാമയും കൂടെ റെഡിയാകുമായിരുന്നു, ഒരുങ്ങിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ദേവേനെ വന്നിട്ട് വിളിച്ചു. അല്ല അച്ഛനും അമ്മയും എങ്ങോട്ടാ പോന്നേ? രണ്ടുപേരും കൂടെ രാവിലെ തന്നെ ഒരുങ്ങുന്ന എന്താന്ന് ചോദിക്കുക. അല്ല അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നയനമോളുടെ വീടിൻ്റെ അടുത്ത് 1-2 വീട്ടില് വിവാഹം ക്ഷണിക്കാനുണ്ട്, അപ്പം ഞങ്ങൾ അതിനുവേണ്ടി പോവാന്ന് പറയണം. എൻ്റെ ഭഗവാനെ, ഇവര് പോകുന്ന വഴിക്ക് നയനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയായിരുന്നു. എത്രയും പെട്ടെന്ന് അവൾ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ താൻ ജോലി ചെയ്ത് ഇവിടുത്തെ നാട്ടിൽ പൊടിയും. ഇനി എങ്ങനെയാ ഇവരോടൊന്ന് പറയണേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും തനിക്ക് പിന്നെ തലയുയർത്തി ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത ദേവേനയുടെ മനസ്സിലുണ്ടാവാണ്. പെട്ടെന്ന് ദേവേന, അങ്ങനെയാണോ? അപ്പൊ അച്ഛനും അമ്മ എന്താണല്ലോ അവിടെ കയറുമായിരിക്കുമല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ്. നയനയുടെ വീട്ടിൽ ഞങ്ങൾ ചിലപ്പോൾ അവിടെ കയറിഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിലേ അവൾ ചിലപ്പോൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ പോലും അവളെ കൂട്ടിക്കൊണ്ട് വരണ്ട കേട്ടോ എന്ന് പറയണം.
അതെന്താ ദേവേനി നീ അങ്ങനെ പറഞ്ഞ്? അല്ല, അവള് തന്നിഷ്ടപ്രകാരം പോയതല്ലേ, കല്യാണം വിളിക്കാനാന്ന് പറഞ്ഞ് അവളൊരു പോക്ക് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നില്ലല്ലോ. ഞങ്ങളോട് ആരോടും ഒരു വാക്ക് പോലും പറഞ്ഞതും ഇല്ലെന്ന് പറയാം. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു, നീ അങ്ങനെ പറയരുത്, എന്നോടും നിന്റെ അമ്മയോടും കൂടി ചോദിച്ചിട്ടാ അവൾ ഇവിടുന്ന് പോയിരിക്കുന്നത്, അങ്ങനെ ആരോടും പറയാതെ ഒന്നും അല്ല പോയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, അവിടെ ചെന്നതിന് ശേഷം ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് മോളിപ്പോൾ കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് വന്നാൽ മതി ഞങ്ങളാ പറഞ്ഞേ. അവൾക്ക് കുറച്ച് ദിവസം അവിടെ നിന്ന് സമാധാനം കിട്ടട്ടെ. ഈ വീട്ടിലാണെങ്കിൽ എപ്പോഴും അവള് തന്നെയല്ലേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ ആർക്കും ഒരു കാണാനായിട്ടൊരു കണ്ണുമില്ലെന്ന് പറയാം. ഈ സമയം ദേവേന് പറഞ്ഞു, അതെ, ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് എനിക്കും ജലജിക്കും അറിയാം, ഞങ്ങൾ തന്നെ ചെയ്തോളാം. അതിന്റെ പേരിൽ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ട. ഇനി അവള് ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഇനിയിപ്പോ ആ ജീവിതാന്തം അവിടെ നിന്നാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം മുത്തശ്ശിയോ അങ്ങനെയാണോ, എന്നാ ഞങ്ങൾ നോക്കട്ടെ എന്ന് പറയണം. ദേവേനെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ദേവയുടെ മനസ്സിലെ ചിന്ത എങ്ങനെയല്ലോ ഒന്ന് വിളിച്ചാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലോ. ഈ സമയം മുത്തശ്ശനെ നോക്കി ഒന്ന് ചിരിക്കുകയാണ്. പിന്നീട് പവിത്ര ഫോൺ ചെയ്യുവാണ് നയനയ്ക്ക്. എന്താ പവിത്ര, എന്താ കാര്യം എന്ന് ചോദിക്കണം. അതെ, ഒരു പ്രശ്നമുണ്ട് മാഡം എന്ന് പറയാം. എന്താ കാര്യം? അതെ, സാറ് ഈയിടെയായിട്ട് കമ്പനിയുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയാണ്. ശ്രദ്ധിക്കുന്നില്ല? അതെ, ഒരു ഫയല് കൊടുത്താൽ പോലും സാധാരണഗതിയിൽ സാറത് 10 പ്രാവശ്യം അരിച്ചു പെറുക്കി നോക്കിയിട്ടാ സൈൻ ചെയ്യുള്ളൂ. പക്ഷെ സാർ അങ്ങനെയല്ല. സാർ ഇപ്പൊ അവിടെ നോക്കുന്ന പോലും ഇല്ല, വെറുതെ സൈൻ ചെയ്ത് വിടുക. ഇത് ആപത്താന്ന് പറയണം. അല്ല, സാറിന് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. സാറിന് എന്തോ ഒരു മാനസിക പ്രശ്നം ഉള്ളതിൽ എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ കാര്യത്തിലാണെങ്കിലും താളം തെറ്റും. അതുകൊണ്ടാണ് ഞാൻ മാഡത്തിനോട് ഇതൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് പറയണം. അല്ല, അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നം? ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല മാഡം, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, സാറിന് വല്ലാത്ത എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് നയനെ കോള് കട്ട് ചെയ്യണം. അപ്പം നയന ഇങ്ങനെ ആലോചിച്ചു, എന്തായിരിക്കും പോലും ഒരുപക്ഷെ താനവിടെ ഇല്ലാത്തതുകൊണ്ടാണോ ആദർശാണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ താനുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കി അറിഞ്ഞ് ചെയ്യും. അപ്പം അതുകൊണ്ടാണോ എന്നൊരു ടെൻഷൻ ഉണ്ടാവുന്നുണ്ടായിരുന്നു. പിന്നീട് മുത്തശ്ശിയും കൂടെ നേരെ വീട്ടിലേക്ക് വരുവാണ്, നയനയുടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വരുന്ന സമയത്ത് നയന ഉച്ചയൂണിലുള്ള സാധനങ്ങൾ എടുത്ത് പെറുക്കി ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടേ വെക്കുമായിരുന്നു. ഈ സമയം മുത്തശ്ശി, ആഹാ, കൃത്യസമയത്ത് തന്നെയാണ് ഞങ്ങൾ വന്നതെന്ന് പറയണത്. മുത്തശ്ശ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് നയനെ അങ്ങോട്ട് ചെല്ലുവാണ്. പിന്നീട് ഗോവിന്ദനും കൂടെ വരുവാണ്. അങ്ങനെ അവർ സംസാരിക്കണം ഓരോ കാര്യങ്ങളൊക്കെ. അല്ല, ഞാൻ ചായ എടുക്കട്ടെ. ചായ അതൊന്നും വേണ്ടാന്ന് പറയണം. അന്നെങ്കിൽ ഊണ് കഴിക്കാം. അത് ശരിയാ, മോള് പറഞ്ഞു, ഊണ് കഴിച്ചിട്ടാ പോകുന്നുള്ളൂ. മോളുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായി. അത് മാത്രമല്ല, കൊതിയാവുന്നുണ്ട് ശരിക്കും നല്ലൊരു ഊണ് കഴിച്ചിട്ട്. മോൾ അവിടെ നിന്ന് പോന്നെ പിന്നെ വായിക്ക് രുചിയായിട്ടൊന്നും കഴിച്ചിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. ഗോവിന്ദ പറഞ്ഞു, മോളെ ഇത് അച്ഛനും അമ്മയ്ക്കുള്ള ഫുഡ് എടുക്കാൻ പറഞ്ഞ. അതെ, അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യാം, മടുത്തു വന്നല്ലേ, രണ്ടുപേരും കൂടെ ഒരു നാരങ്ങാവെള്ളം കുടിക്കുക. ഞാൻ ഉപ്പിട്ടൊരു നാരങ്ങാവെള്ളം എടുത്തു വരാമെന്ന് പറഞ്ഞിട്ട് നയനെ അകത്തേക്ക് പോവാണ്. പിന്നീട് ഗോവിന്ദനോട് മുത്തച്ഛൻ പറഞ്ഞു, അത് ഞങ്ങൾക്ക് നയനമോളെ ഇവിടെ നിർത്താൻ ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേങ്കിൽ ചില കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളവരൊക്കെ പഠിക്കാനുണ്ട്, അതുകൊണ്ട് മാത്രം. ഇപ്പോഴാണെങ്കിലോ കനകയോട് ഞങ്ങൾ അടുക്കളയിൽ കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വായിക്ക് രുചിയായിട്ടൊരു ഫുഡൊന്നും കിട്ടാന്ന് പറയണേ. കാരണം ദേവേനിക്കും ജലജിക്കും അതൊന്നും അത്ര പരിചയമില്ല. അവർ ആദ്യമൊക്കെ അടുക്കളയിൽ കയറുമായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല എന്ന് പറയാ. ഇത് കേട്ടപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, അത് മോളെ എനിക്ക് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേങ്കിൽ അതൊന്നും വേണ്ട ഗോവിന്ദ, കുറച്ച് ദിവസങ്ങൾ മോൾ ഇവിടെ നിൽക്കട്ടെ, പിന്നെ എന്താ നമുക്കൊരു തീരുമാനം എടുക്കാന്ന് പറയാണ്. പിന്നെ അവളുടെ കാര്യം അറിയാലോ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വേണ്ട മരുമോള് തന്നെയാണ് അത്. അവള് മരുമോളല്ല, അവള് മോളെപ്പോലെയാണ് ഞാനും വസ്തുനെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെയാണ് അവള് ഞങ്ങളെ കരുതുന്നത്. പക്ഷെ എന്റെ ആദർശന് അവൻ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. അറിയാലോ, അവന്റെ സ്വഭാവം അറിയാലോ. ആ കുടുംബത്തിലെ കൊച്ചുമക്കളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള അവനാണ്. കാരണം കുടുംബത്തിലെ അടുത്ത അനന്തരാവകാശി ആകേണ്ട ആളും അവൻ തന്നെയാണ്. പക്ഷെ നയനമോളുടെ കാര്യത്തിൽ അവൻ എന്തോ ഒരു തെറ്റു പറ്റിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നയനമോളെ അവൻ മനസ്സിലാക്കും, വീണ്ടും അവൻ നല്ലൊരു ജീവിതം നയിക്കും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാടോ ഗോവിന്ദ എന്ന് പറയാണ്. ഇത് കേട്ടപ്പം ഗോവിന്ദ ഒന്നും മിണ്ടിയില്ല. പിന്നീട് കാണിക്കുന്ന അടുക്കളയിലെ ജലജയും ദേവേനയും കൂടെ ഓരോ ജോലികൾ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ജലജ ഇങ്ങനെ തക്കാളി കട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ദേവേനെ എന്നിട്ട് പറഞ്ഞു, അല്ല നിനക്ക് ഇതങ്ങ് അടിച്ചാൽ എന്താ ജലജ കുഴപ്പം, നീ എന്തിനാ കട്ട് ചെയ്തോണ്ടിരിക്കണേന്ന് ചോദിക്കുക. പിന്നെ അതിപ്പോ എടുത്ത് പറഞ്ഞല്ലേ എനിക്ക് അറിയത്തുള്ളൂ, ഇനി മസാല ഇറക്കമുള്ളല്ലേ, അതങ്ങോട്ട് മിക്സിക്കകത്ത് അടിച്ചാൽ മതി എന്ന് പറയണം. ഒരു കാര്യം ഞാൻ പറയാട്ടത്തി, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു, ഇതൊക്കെ ഞാൻ മടുത്തെന്ന് പറയണം. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവളെങ്ങാനും ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി. കനക എങ്ങനെ വന്ന് കേട്ടിട്ടുണ്ട് നമ്മളെ കളിയാക്കൂന്ന് പറയണം. ഈ സമയത്ത് കനക എങ്ങോട്ട് വന്നു, ഞാൻ കേട്ട് നിങ്ങൾ പറഞ്ഞു പറയണം. ഓഹോ, അതങ്ങനെയാണല്ലോ, എപ്പോഴും ഇങ്ങനെ അടുക്കളയിലേക്കല്ലേ നിന്റെ കണ്ണും കാതെന്ന് ജലജ പറയാ. പിന്നെ അല്ലാതെ അടുക്കളയിലേക്ക് എന്റെ കണ്ണും കാതും മൂക്കും എല്ലാം ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ നയനമോൾ ഉണ്ടായിരുന്നപ്പോ അടുക്കളത്തെ ആ ഒരു മണമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ആ കറിയുടെ ആ രുചിയും മണമൊക്കെ ഇതുവരെ ആയിട്ടും അടുക്കള വന്നിട്ടില്ലെന്ന് പറയാം. നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ കിടന്ന് അടുക്കള പണിതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓഹോ, അപ്പൊ നിന്റെ നയനമോൾക്ക് മാത്രം അടുക്കള കയറി ജോലി ചെയ്യാൻ അറിയത്തുള്ളൂ, നല്ല ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ.
അത് പിന്നെ ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശി എല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. പിന്നെ കുറച്ച് ദിവസങ്ങൾ കൂടിയിട്ട് അവർ ഇന്നാണ് വായിക്ക് രുചിയായിട്ടൊരു ഫുഡ് കഴിച്ചത്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തപ്പോഴേ ഓ അപ്പം അങ്ങനെയല്ല കാര്യങ്ങൾ, എന്താ തർക്കം? അത് പറയുകയും ചെയ്തു. നിങ്ങൾ രണ്ടുപേരും കൂടെ താമസലേന്ന് എഴുന്നേറ്റേ, അതുകൊണ്ടാണ് ഞാൻ അടുക്കള കയറിയത്. അപ്പം മുത്തശ്ശൻ പറഞ്ഞത് എന്നും അവരിങ്ങനെ കടന്ന് ഉറങ്ങിയാലെന്ന് ചിലപ്പം മനസ്സിൽ ആലോചിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിലോ എന്ന് എനിക്ക് അടുക്കള കയറി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലോ, അവർക്ക് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാലോ എന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ തകർന്നു പോയി ദേവേനും ചിരഞ്ജയ. അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത്. ഈ സമയം ദേവേനോട് ഓ നിനക്ക് ഭയങ്കര അഹങ്കാരമല്ലേ, നിന്റെ മകള് ഭയങ്കര പാചകക്കാരിയെന്നേ. അവൾക്ക് ഇത്ര പാചകമൊക്കെ മാത്രമല്ല, അവൾക്ക് ഇച്ചിരി പാചകം കൂടെ കൂടുതലുണ്ടെന്ന് പറയണം. പാചകം എന്താ അങ്ങനെ പറഞ്ഞേ? അവളുടെ നാക്ക് കഴുത്തിന് ചുറ്റും അവൾക്ക് നാക്കല്ലേന്ന് ചോദിക്കുകയാണ്. പിന്നെ അവൾ വെക്കുന്ന കറിക്ക് വലിയ രുചിയൊക്കെയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണെന്നറിയാവോ? അവൾ കുറെ മസാല എണ്ണയൊക്കെ ഉപയോഗിക്കും, അതുകൊണ്ടാ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. പിന്നെ ഞങ്ങൾ അത്രയും മസാല അതുപോലെ തന്നെ എണ്ണയൊന്നും ഉപയോഗിക്കാറില്ല, ശരീരത്തിന് അത് കേടാന്ന് പറയണ. കനക പറഞ്ഞു ശരി ശരി ആയിക്കോട്ടെ എന്ന് പറയണ. കനയ്ക്ക് മനസ്സിലായി ഇവരുടെ ഈ ഉരുണ്ടുകളി എന്താന്നുള്ളത്. പിന്നീട് രണ്ടുപേരും കൂടെ ഓരോ കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കനക അങ്ങോട്ട് പോവുകയും ചെയ്തു. ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിക്കും ആഹാരമൊക്കെ എടുത്തു കൊടുക്കുകയാണ് നയന. അങ്ങനെ ആഹാരം എടുത്ത് അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശന്റെ കോള് വരുന്നത്. ആദർശ് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല മുത്തശ്ശനത് എവിടെയാ? എടാ നിനക്ക് ഈ സമയത്താണ് വിളിക്കാൻ തോന്നുന്നത്, എന്താ മുത്തശ്ശ ഈ സമയത്ത് വിളിച്ച് തെറ്റായിപ്പോയോ? എടാ ഞാൻ നല്ല രുചിയുള്ള ഫുഡ് കഴിക്കുക, എവിടെയാണെന്നറിയോ? ഞാൻ നയനമോളുടെ അടുത്താന്ന് പറയണം. ഓ അപ്പൊ അവിടെയല്ലേ? ആദർശന് ഇത് കേട്ടപ്പോൾ ഒരു കൊതിയൊക്കെ വന്നു. പക്ഷെ അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് ആദർശൊന്നും മിണ്ടിയില്ല. എന്താടാ നീ വിളിച്ച കാര്യം എന്താന്ന് പറ. ഓ മുത്തശ്ശൻ അവിടെയല്ലേ? അതേ ഒരു കാര്യം പറഞ്ഞേക്കാം, പോരുന്ന സമയത്ത് ചിലപ്പോൾ അവള് പറയായിരിക്കും ഞാനും കൂടെ വരാന്നൊക്കെ. അങ്ങനെ പറഞ്ഞാലുവേ അവളെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല, തന്നെ ഇഷ്ടപ്രകാരം പോയതല്ലേ അവൾ അവിടെ കുറെ ദിവസം നിൽക്കട്ടെ എന്ന് പറയാണ്. അതുകൊണ്ട് മുത്തശ്ശൻ അവരെ കൂടെ കൊണ്ടുവരണ്ടെന്ന് പറയണം. ഇത് പറയാനാണ് നീ ഇപ്പം വിളിച്ചേ? അല്ല അത് പിന്നെ അല്ല മുത്തശ്ശൻ ഞാനങ്ങ് പറഞ്ഞോളൂ. അതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി പറയാണ്ട് നീ എന്നോട് ഫോണിലേക്ക് വിളിക്കണ ആവശ്യമില്ല. അതേ ഫോൺ വെച്ചെന്ന് പറയണ. അതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയണം, എന്ത് തീരുമാനം എടുക്കണമെന്നുള്ളത്. പെട്ടെന്ന് ആദർശ് പ്ലേറ്റും കൂടെ മാറ്റി. ആദർശ് പറഞ്ഞു, അല്ല മുത്തശ്ശനും മുത്തശ്ശി എനിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഇനി അവളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നടത്തിക്കോ, ഞാൻ എതിർപ്പൊന്നും പറയാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടത് മുത്തശ്ശന് കാര്യം പിടികിട്ടി. എന്താണ് അവന്റെ ഭാര്യ അങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യണം, പക്ഷേങ്കിൽ അവളുടെ മുന്നിൽ വന്ന് താഴാനും പറ്റില്ല, തിരിച്ചു വിളിക്കാനും പറ്റില്ല. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു, ശരി ശരി ഞാൻ ഫോൺ വെക്കുവാന്ന് പറഞ്ഞ് ഫോൺ വെക്കുവാണ്. പിന്നീട് ആദർശ് മോനെ വിളിച്ച് അവനാണെങ്കിൽ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നയനമോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലണ്ട, നീ ഇവിടെ നിന്നോട്ടേന്നാ പറഞ്ഞ്. ഇത് കേട്ടത് നയന ഒരു ഞെട്ടലോടുകൂടി നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടാമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.